എല്ലാം പല ഇൻട്രസ്റ്റിംഗ് വേർഡ്സ്, ജാർഗൺസ്, ടെർമിനോളജീസ് യൂസ് ചെയ്യാറുണ്ട്. സാധാരണ കോമൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇവർ പറയുന്ന പല ഇൻവെസ്റ്റിംഗ് വേർഡ്സ് എന്താണെന്ന് കൂടെ അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ചില ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, ജാർഗൺസ്, ടെർമിനോളജീസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടെർമിനോളജിയാണ് AMC. AMCൻ്റെ ഫുൾ ഫോമാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട്സ് ഒരു ഫണ്ട് മാനേജർ മുഖേന പല അസറ്റ് ക്ലാസസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ AMC എന്ന് വിളിക്കുക. ഇന്ത്യയിൽ തന്നെ ടോപ്പ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസാണ് SBI മ്യൂച്വൽ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, ബിർള സൺലൈറ്റ് മ്യൂച്വൽ ഫണ്ട്, പിന്നെ ആക്സിസ് മ്യൂച്വൽ ഫണ്ട്. അങ്ങനെ പലതരം മ്യൂച്വൽ ഫണ്ട്സ് ഹൗസസും ഇന്ത്യയിൽ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ അറൌണ്ട് 44 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഇപ്പോൾ നിലവിലുണ്ട്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീൻ്റെ അണ്ടറിലുള്ള മ്യൂച്വൽ ഫണ്ടാണെന്ന് ഉറപ്പുവരുത്തുക. സെക്കൻഡ് ടെർമിനോളജി NFO. NFO സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ഫണ്ട് ഓഫർ. ഒരു AMC ഒരു പുതിയ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് പണം കളക്ട് ചെയ്യുമ്പോഴാണ് അത് ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുക. നമ്മൾ സാധാരണ കാണുന്നതാണ് ഈ ന്യൂ ഫണ്ട് ഓഫറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് പേപ്പറിൽ. തേർഡ് ടെർമിനോളജി AMFI. AMFI സ്റ്റാൻഡ്സ് ഫോർ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. AMFI ആണ് ഇന്ത്യയുടെ റെഗുലേറ്ററി ബോഡി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ഇത് SEBIയുടെ അണ്ടറിൽ വരുന്ന ഒരു ഡിവിഷനാണ്. ഇറ്റ് ഈസ് ഓൾസോ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ 44 AMCs ഇവരുടെ കൺട്രോളിൽ വരുന്നതാണ്. അതല്ലാണ്ട് ഈ AMCs എല്ലാം രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ഓഫ് AMFI ആയിരിക്കും. ഫോർത്ത് ടെർമിനോളജി NAV. NAV സ്റ്റാൻഡ്സ് ഫോർ നെറ്റ് അസറ്റ് വാല്യൂ. ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസാണ് നെറ്റ് അസറ്റ് വാല്യൂ. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വാങ്ങുന്നതും വിൽക്കുന്നതും ഈ NAV പ്രൈസ് ബേസ് ചെയ്തിട്ടാണ്. ഷെയർ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആകുന്നതനുസരിച്ചിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV വാല്യൂ കൂടിക്കൊണ്ടും ഇല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഡെയിലി ദ NAV വാല്യൂ ചേഞ്ചസ്. ഫിഫ്ത്ത് ടെർമിനോളജി AUM. AUM സ്റ്റാൻഡ്സ് ഫോർ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഹാൻഡിൽ ചെയ്യുന്ന ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ AUM എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ആക്സിസ് മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഹാൻഡിൽ ചെയ്യുന്ന ടോട്ടൽ അസറ്റ്സിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഈ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുമ്പോൾ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ കീഴിലുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെയും റിട്ടേൺസ് പ്ലസ് ദ സർപ്ലസ് ക്യാഷ് ദ കമ്പനി ഈസ് ഹോൾഡിംഗ് ഓർ ദി ഫണ്ട് മാനേജർ ഈസ് ഹോൾഡിംഗ് അതും കൂടി കണക്കാക്കും. ഇന്ത്യയിൽ തന്നെ ടോപ്പ് 3 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ബേസ്ഡ് ഓൺ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് SBI മ്യൂച്വൽ ഫണ്ടാണ്, രണ്ടാമത്തെ ICICI പ്രൊഡൻഷ്യൽ ആൻഡ് മൂന്നാമത്തെ HDFC മ്യൂച്വൽ ഫണ്ടാണ്. സിക്സ്ത് ടെർമിനോളജി ബെഞ്ച്മാർക്ക്. ബെഞ്ച്മാർക്ക് എന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചികയാണ് ബെഞ്ച്മാർക്ക് എന്ന് പറയുക. ഒരു പുതിയ മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പറയും അവർ ഏത് ബെഞ്ച് മാർക്കാണ് യൂസ് ചെയ്യുക ഈ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. അപ്പോൾ ബെഞ്ച് മാർക്ക് ഈസ് ബേസിക്കലി ആൻ ഇൻഡെക്സ് വിച്ച് ഈസ് യൂസ് ടു കമ്പയർ ദി പെർഫോമൻസ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് ആയിരിക്കും അവരുടെ ബെഞ്ച് മാർക്ക്. ഒരു ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ആയിരിക്കും അവരുടെ ബെഞ്ച് മാർക്ക്. ബേസിക് ഐഡിയ എന്താ വെച്ചാൽ നല്ലൊരു പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ടാണെന്ന് വെച്ചാൽ അത് ഇൻഡെക്സിനെക്കാട്ടിലും നല്ല റിട്ടേൺസ് തന്നിരിക്കണം. സെവൻത്ത് ടെർമിനോളജി എക്സ്പെൻസ് റേഷ്യോ. എക്സ്പെൻസ് റേഷ്യോ എന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എക്സ്പെൻസൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാനേജർ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ടിനാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് ഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ്, പിന്നെ പ്രൊമോഷണൽ ആൻഡ് അഡ്വർടൈസിങ് ഇതെല്ലാം ചേർത്തിട്ടാണ് എക്സ്പെൻസ് റേഷ്യോ കണക്കാക്കുക. ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്താൽ റിട്ടേൺസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എയ്ത്ത് ടെർമിനോളജി എക്സിറ്റ് ലോഡ്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം കുറച്ച് കാലത്തിന് ശേഷം തന്നെ നമ്മളത് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ റിഡീം ചെയ്യുകയാണെങ്കിൽ AMC എടുക്കുന്ന ഒരു ചാർജിനെയാണ് നമ്മൾ എക്സിറ്റ്
ലോഡ് എന്ന് പറയുക. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം പെട്ടെന്ന് സെല്ല് ചെയ്യാണ്ടിരിക്കാനാണ് AMC ഇങ്ങനെ ഒരു എക്സിറ്റ് ചാർജ് വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസസും ഈ എക്സിറ്റ് ലോഡ് വെക്കാറില്ല. അതുമല്ലാണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷത്തിനുള്ളിൽ സെല്ല് ചെയ്യുമ്പോഴാണ് മോസ്റ്റ്ലി ഈ എക്സിറ്റ് ലോഡ് ബാധകമാവുക. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി ഫിനാൻഷ്യൽ എക്സ്പേർട്സ് യൂസ് ചെയ്യുന്ന ജാർഗൺസ്, വേർഡ്സ് അല്ലെങ്കിൽ ടെർമിനോളജീസ്. ഇതല്ലാണ്ട് മ്യൂച്വൽ ഫണ്ട് പദ്ധതികൾക്ക് പലതരത്തിലുള്ള പേര് യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.